കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ക്ലാസ് 2 ഇൻ്റഗ്രേഷൻ ഡേ 3 എക്സാം കഴിഞ്ഞിരിക്കുകയാണല്ലേ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എല്ലാവരും നല്ലതുപോലെ ആൻസർ ഒക്കെ എഴുതിയോ? ഫുൾ മാർക്സ് കിട്ടുമോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കിയാലോ? ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാവോ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രവർത്തനം 10 വരെ നിങ്ങൾ ഡേ 1-ലും ഡേ 2-ലും എഴുതിയല്ലേ. പ്രവർത്തനം 11 എന്തായിരുന്നു? പുഴ കണ്ട കാഴ്ചകൾ. ദാ കണ്ടോ, അങ്ങ് ദൂരെ നിന്നും ഒഴുകി വരികയാണ് പുഴ. ഇനിയും ഒരുപാട് ദൂരം ഒഴുകണം. ഒഴുകി ഒഴുകി കടലിലേക്ക്. വഴിനീളെ എന്തെല്ലാം കാഴ്ചകൾ! പുഴ കണ്ട കാഴ്ചകൾ ചേർത്ത് ഒരു വിവരണം തയ്യാറാക്കുക. ചുരുങ്ങിയത് 5 വാക്യങ്ങൾ വേണം. അപ്പോൾ എന്ത് ചെയ്യാണ്? അങ്ങ് മലയുടെ മുകളിൽ നിന്നും ഞാൻ ഒഴുകി വരികയാണ്. അടുത്തെന്ത് പറയാം? കാടിനുള്ളിലൂടെ ഞാൻ ഒഴുകുകയാണ്. കാട്ടിൽ നിറയെ എന്തുണ്ട്? മൃഗങ്ങളുണ്ട്, മരങ്ങളുണ്ട്. ഇരുവശത്തും മരങ്ങൾ, മൃഗങ്ങൾ എന്നിൽ നിന്നും വെള്ളം കുടിക്കുന്നു. ആളുകൾ തോണിയിൽ എന്ത് ചെയ്യുന്നു? എന്നിലൂടെ തുഴഞ്ഞു പോകുന്നു. ഞാൻ പോകുന്ന വഴിയിൽ കുട്ടികൾ പന്ത് കളിക്കുന്നു. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ആശയങ്ങൾ വന്നോ അതെല്ലാം എന്ത് ചെയ്യണം? ഈ ചിത്രത്തിൽ നിന്ന് കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതണം. അങ്ങനെ 5-ൽ കൂടുതൽ വാക്യങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു പ്രവർത്തനം 11. പുഴ കണ്ട കാഴ്ചകളാണ് കേട്ടോ, പുഴ പറയുന്നതാണ്. അടുത്ത പട്ടണ കാഴ്ചകൾ. ഇതും ടീച്ചർ ഇതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്തോ? സാന്ദ്ര കണ്ട കാഴ്ചകൾ നോട്ട് ബുക്കിൽ കുറിച്ചിട്ടത് നോക്കൂ. ഇത് പട്ടണ കാഴ്ചകൾ, ഇത് നാട്ടിൻ പുറത്തെ കാഴ്ചകൾ. ഇന്നലെ പഠിപ്പിച്ചില്ലേ ടീച്ചർ? യെസ്. പട്ടണ കാഴ്ചകൾക്ക് ചുവപ്പ് നിറവും നാട്ടിൻപുറ കാഴ്ചകൾക്ക് പച്ച നിറവും കൊടുക്കുക. വരമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ ഏതായിരുന്നു? പച്ച നിറം. നാട്ടിൻപുറത്തെ കാഴ്ചയായതുകൊണ്ട് ഇതിന് പച്ച നിറം കൊടുക്കണമായിരുന്നു. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം. ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചു. റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ മഞ്ഞ ലൈറ്റിൽ കത്തും. അതുപോലെ എന്താണ്? മഞ്ഞ ലൈറ്റ്, ചുവപ്പ് ലൈറ്റ്, പച്ച ലൈറ്റ്. ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ ഗോ, റെഡ് ലൈറ്റ് ആണെങ്കിൽ സ്റ്റോപ്പ്, യെല്ലോ ലൈറ്റ് ആണെങ്കിൽ വെയിറ്റ്. പഠിപ്പിച്ചില്ലേ? യെസ്. അപ്പോൾ ഇതാ നോക്കി, ചുവപ്പ് വെളിച്ചം. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം. ഇതെവിടെയാണ്? പട്ടണമാണോ നാടാണോ? പട്ടണം. അതുകൊണ്ട് റെഡ് കളർ കൊടുക്കണമായിരുന്നു. പച്ച വിരിച്ച പാടങ്ങൾ എവിടെയാ? നാട്ടിൻപുറത്താണ്. അപ്പോൾ ഗ്രീൻ കളർ, പച്ച നിറം. തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ അതെവിടെയാ പഠിപ്പിച്ച ടീച്ചർ? പട്ടണത്തിലാണല്ലേ. അപ്പോൾ ചുവപ്പ് നിറം കൊടുക്കണം. കൂറ്റൻ കെട്ടിടങ്ങൾ അതെവിടെയാ പഠിപ്പിച്ച? റോഡിന് ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ. പട്ടണ കാഴ്ചകൾ അവിടെ റെഡ് കളർ, ചുവപ്പ് നിറം കൊടുക്കണം. ഇത് നിങ്ങൾ ചെയ്തുവല്ലോ. യെസ്. പ്രവർത്തനം 13 ഡൈസ് കളി. ഇതും ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചാണ് വിട്ടത്. എത്ര പേർ എഴുതി? 4 10കൾ 3 1കൾ. എത്രയാ? 4 10 3 1 ചേർന്നാൽ 43. ഒരു 10ഉം 8 1കളും ചേർന്നാൽ 18. 18. 3 10s 1 1s. 3 10s 30. 30 and 1 31. ജോബി 3 10s 7 1s. 30 and 7 37. ഇപ്പോൾ ലഭിച്ച പോയിന്റുകളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിക്കണം അല്ലേ. ഏറ്റവും ചെറുത് ഏതാ ഇതിൽ? 18, 31, 37, 43. ഇങ്ങനെയായിരുന്നു ആൻസർ. എല്ലാവർക്കും കിട്ടിയില്ലേ ആൻസർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രോഗങ്ങളായിരുന്നു. കണ്ടാൽ ഇത്തിരി കുഞ്ഞൻ,
കയ്യിലിരിപ്പു സൂചി, കുത്തിയെടുക്കും ചോര, പകരം നൽകും രോഗം. ഇവൻ ആരാണെന്ന് പറയാമോ? ധാരാ കൊതുക്. ആരാ? കൊതുക്. മഴക്കാലമാണ്, നാട്ടിലാകെ പലതരം രോഗങ്ങൾ പകരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. താഴെ കൊടുത്ത രോഗങ്ങളെ പകരുന്നവ, പകരാത്തവ എന്നിങ്ങനെ തരംതിരിക്കുക. അപ്പോൾ ഇവിടെ എന്തെഴുതും? പകരുന്നവ, ഇവിടെ പകരാത്തവ. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ, പകരാത്ത രോഗങ്ങൾ ഏതൊക്കെ? പകരുന്നത് ഏതൊക്കെയാ? ആദ്യം നമുക്ക് പകരാത്തത് എഴുതാം. പല്ലുവേദന പകരും അല്ലേ? പകരാത്തതാണ്. പല്ലുവേദന പകരില്ല, തലവേദന പകരില്ല, വയറുവേദന പകരില്ല, പ്രമേഹം പകരില്ല, ഹൃദ്രോഗം പകരില്ല. ഇനി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മഞ്ഞപ്പിത്തം, മലമ്പനി, കോളറ, എലിപ്പനി. ഇത് പകരുന്ന രോഗങ്ങൾ. പകരാത്ത രോഗങ്ങൾ. ഇതിങ്ങനെ തരം തിരിച്ചെഴുതുക എന്നുള്ളതായിരുന്നു പ്രവർത്തനം 14. എക്സാം ഈസി അല്ലേ? എല്ലാവരും എഴുതിയില്ലേ? ഇത് മാത്രമേ, ഈ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് സംശയം വരത്തുള്ളൂ. കാരണം നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകത്തില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ സംശയം വരാൻ സാധ്യതയുള്ളൂ. ടീച്ചർ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവും. പഠിച്ചവർക്ക് ഈസി ആയിരുന്നിട്ടുണ്ടാവാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. ഇപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.